കരയിലെ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ട്. മണ്ണിടിച്ചിൽ ഭീതിയിൽ പള്ളിക്കര, ഭീതിയോടെ കുടുംബങ്ങൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട് കൊടിയത്തൂരിൽ വീണ്ടും സദാചാര ഗുണ്ടായിസം. യുവാവിന് ഗുരുതര പരിക്ക്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്ന് പോലീസ്. മലപ്പുറം മച്ചിങ്ങലിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അപകടം ലോറി ബൈക്കിലിടിച്ച്. അർജുനെ കണ്ടെത്താൻ ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ. ഈശ്വർ മൽപേ ഉടനിറങ്ങി. തൃശൂർ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് എന്ന് പരാതി. വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനമേറ്റു. 5 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. അതിജീവന പാതയിലാണ് വയനാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ തെരച്ചിൽ നടക്കുകയാണ്. 4 മേഖലകളായി തിരിച്ചാണ് തെരച്ചിൽ. അതേസമയം പ്രദേശം വാസയോഗ്യമാണോ എന്നറിയാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന തുടരുന്നു. ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം അത് തുടരുകയാണ്. നിരവധിയായിട്ടുള്ള രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തുടരുന്നു. പ്രത്യേകിച്ചും ഇന്ന് തെരച്ചിൽ നടക്കുന്നത് അത് ചാലിയാറിലാണ്. ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങളുണ്ട് എന്നുള്ള കണക്കുകൂട്ടലുകളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ചില മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കിട്ടി എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഡാൻ കുര്യൻ അതിൻ്റെ വിവരങ്ങൾ നൽകും. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 15ാം ദിവസവും ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായി പുരോഗമിക്കുന്നത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിലാണ് NDRFും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും അഗ്നിശമന സേനയും സംയുക്തമായി ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങളാണ് പല മേഖലകളിൽ നിന്ന് കണ്ടെത്തിയത്. അതോടൊപ്പം കാന്തൻപാറ, സൂചിപ്പാറ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ NDRF സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനകൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും 15ാം ദിവസവും തെരച്ചിലിങ്ങനെ ദുഷ്കരമായ ശ്രമങ്ങളുടെ ഇടയിൽ തുടരുമ്പോഴും അവസാന ആളുടെ പരാതിയും പരിഹരിക്കുന്നതുവരെ തെരച്ചിൽ തുടരുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പുള്ളത്. സ്വാഭാവികമായി ഇവിടെ ഏതാണ്ട് 83-ലധികം ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ടായിരുന്നു ഈ തെരച്ചിൽ നടപടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ചൂരൽമലയും പുഞ്ചിരിമട്ടത്തെയും ഒക്കെ മണ്ണിൽ പുതഞ്ഞുപോയ പല മേഖലകളിലും JCBകളും ഹിറ്റാച്ചികളും എത്തിച്ചുകൊണ്ടിരുന്ന തെരച്ചിൽ അത് താൽക്കാലികമായി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന JCBകൾ അതോടൊപ്പം തന്നെ ഹിറ്റാച്ചികൾ പല ജില്ലകളിൽ നിന്ന് എത്തിച്ചവയായിരുന്നു. അവയെല്ലാം
ഇന്ന് വൈകുന്നേരത്തിനകം ഇവിടെ നിന്ന് മടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭീമമായ തുക ഇതിനുവേണ്ടി ഇതിനോടകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത്രയധികം പരിശോധനകൾ നടത്തിയിട്ടും ചൂരൽമല പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായി ചാലിയാറിന്റെയും പുഴയുടെയും അതോടൊപ്പം തന്നെ വനമേഖലകൾക്ക് ഇടയിലുമാണ് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ഉള്ളത് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന തുടരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ ഇടപെടലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ പ്രദേശത്തേക്ക് ഇപ്പോഴും ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കർശനമായ നിരോധനം ആളുകൾക്ക് സന്ദർശകർക്ക് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ചൂരൽമലയിലെ പ്രധാന കവാടത്തിൽ പോലീസ് തീർത്ത ബാരിക്കേഡിന് മുമ്പിൽ പേരും വിശദാംശങ്ങളും അടക്കം എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് ഓരോ ആളുകളെയും ഇവിടേക്ക് കയറ്റിവിടുന്നത്. കൃത്യമായ ഇടവേളകളിൽ അവരെ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ കനത്ത ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ മേഖലകളെല്ലാം ഉള്ളത്. കാരണം തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ നിന്ന് ഈ സ്വർണവും പണവും അടക്കം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം വലിയ വിവാദമായി മാറിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇവിടെയൊക്കെ പോലീസിന്റെ പെട്രോളിംഗും ശക്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ വയനാട്ടിലെ മറ്റു വാർത്തകളിലേക്ക് വരാം. അതിനു മുമ്പ് ഷിരൂരിൽ കാണാതായ മലയാളി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഈശ്വർ മൽപ്പയാണ് തെരച്ചിലിനായി പുഴയിലേക്ക് ഇറങ്ങുന്നത്. നാളെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരുണ്ടാകുമെന്നും മാൽപ്പെ പറഞ്ഞു. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, അങ്ങനെ അനിശ്ചിതത്വം നീങ്ങി, ഇതിനിടയിൽ വേണ്ടത്ര ഡ്രഡ്ജർ കേരളം എത്തിച്ചില്ല എന്നുള്ള പരാതിയൊക്കെ കേട്ടു. അതിനും അപ്പുറത്തേക്ക് ആ തെരച്ചിൽ ആരംഭിക്കും എന്നുള്ള ആശ്വാസമാണ്. എപ്പോഴാരംഭിക്കും തെരച്ചിൽ? തീർച്ചയായും എൽദോ വലിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. ഇപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത ലോറി കണ്ടെത്തിയ സ്ഥലം ലക്ഷ്യമാക്കി ഇപ്പോൾ അദ്ദേഹം നീങ്ങുകയാണ്. ഇനി നാളെ മുതലായിരിക്കും പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിൽ ഉണ്ടാവുക എന്നും കാർവാർ MLA വ്യക്തമാക്കി. അതിൽ ഏറ്റവും പ്രധാനം മുഴുവൻ സന്നാഹങ്ങളും നേരത്തെ എങ്ങനെയാണോ ഈ തെരച്ചിൽ ഉണ്ടായത് അത്രത്തോളം സന്നാഹങ്ങൾ നാളെ ഉണ്ടാകുമെന്ന അദ്ദേഹം ഉറപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് വലിയ അനിശ്ചിതത്വമായിരുന്നു. രാവിലെ 9 മണിക്ക് നാവികസേന തെരച്ചിൽ നടത്തുമെന്ന് പറയുകയും പിന്നീട് അത് ജില്ലാ കലക്ടർ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത് മാത്രമല്ല, ഈശ്വർ മൽപ്പയ്ക്ക് ഇതിൽ തെരച്ചിലിന് തയ്യാറായി വന്നപ്പോൾ അദ്ദേഹത്തിനും അനുമതി നൽകാത്ത ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ ജില്ലാ കലക്ടറുടെ മുഴുവൻ അനുമതി ഒന്നുമില്ലാതെ നേരിട്ട് MLA ഇടപെട്ടുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ജില്ലാ കലക്ടർ ഇത്തരത്തിൽ ഈശ്വർ മൽപ്പയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ പുഴയിലിറങ്ങിയാൽ കേസെടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. ആ വാക്ക് നിലനിൽക്കാതെ MLA നേരിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിൽ എന്ന് വേണം പറയാൻ. അതാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ. ഇതിൽ ആദ്യം മുതൽ നമ്മൾ എടുത്തു പറയുന്നത് അതാണ്. നേരത്തെ മാധ്യമങ്ങളെ ഈ പ്രദേശത്ത് കയറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ വലിയ ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നു. തന്നെ കൂടി അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് മാധ്യമപ്രവർത്തകരെ ഇവിടത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഈ അർജുന് വേണ്ടിയും ഒപ്പം ഈ കന്നഡിഗരായ 2 പേരെ ഈ മണ്ണിലോ ഈ പുഴയിലോ ഉള്ള ഇത്തരത്തിൽ കാണാതായ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ താൻ ഏറ്റെടുത്തിരിക്കുന്നു. നാളെ മുതൽ പൂർണ്ണ സജ്ജമായി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഏതൊക്കെ യന്ത്രങ്ങൾ വേണോ അതൊക്കെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും വലിയ തോതിലുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. AKM അഷ്റഫ് MLA ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, മറ്റു പുറത്തുനിന്ന് നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അതായത് മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള യന്ത്രം ഇവിടെ 24 മണിക്കൂറിനകം എത്തിക്കുമെന്നായിരുന്നു അന്ന് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പറഞ്ഞത്. പക്ഷേ അത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ തരാൻ തയ്യാറായില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് പണം നൽകാൻ തങ്ങൾ തയ്യാറാണ്, വേണമെങ്കിൽ പണം നൽകാം. ഇത്തരത്തിൽ ഈ തെരച്ചിലുമായി കേരളം സഹകരിക്കുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഇടപെടൽ അത് പ്രശംസനീയം തന്നെയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു സമയത്തും മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ നിലപാടുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഈശ്വർ മൽപ്പ ആ സ്ഥലം ലക്ഷ്യമാക്കി ഇപ്പോൾ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ തെരച്ചിൽ തുടങ്ങി അർജുനായി അത് മറ്റ് 2 പേർക്കുമായുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത്. നേരത്തെ
ഏത് രീതിയിലാണോ ആളുകളൊക്കെ ഉണ്ടായിരുന്നത്, ആ രക്ഷാപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നത്, അതേ രീതിയിലുള്ള തെരച്ചിൽ നാളെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അർജുനെ കണ്ടെത്താൻ വലിയ സമയം വേണ്ടിവരില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുള്ള യന്ത്രങ്ങളൊക്കെ നാളെ അദ്ദേഹം എത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്, അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് മുങ്ങൽ ഈ ലോറിയിൽ താഴേക്ക് പോയി ലോറിയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ പോവുകയാണ്. 2 നോട്ടിക്സ് മാത്രമേ ഈ പുഴയുടെ വേഗത ഇപ്പോൾ ഉള്ളൂ എന്നത് ഓർക്കണം. അപ്പോഴാണ് ജില്ലാ ഭരണകൂടം ഇതിന് വിലക്കേർപ്പെടുന്നത്. എന്തിനാണ് ജില്ലാ ഭരണകൂടം ഇതിന് വിലക്കേർപ്പെടുന്നത് കാര്യത്തിൽ ഇപ്പോഴും ഉത്തരമില്ല. അത് MLA-യും AK അഷ്റഫ് MLA ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. എന്തായാലും ആ വിലക്കുകളെല്ലാം ലംഘിച്ച് ജില്ലാ ഭരണകൂടത്തിന് അനുമതിയില്ലാതെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതും ഏറ്റവും പ്രധാനമാണ്. ബൈജു, ഈ കാവാർ MLA സതീഷ് കൃഷ്ണസേയിൽ അദ്ദേഹത്തിന്റെ പരാമർശം അത് ഒരുപക്ഷെ നമ്മൾ ഞെട്ടിക്കുന്നതാണ്. കേരളത്തിന്റെ സഹകരണം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പോഴും AK അഷ്റഫ് MLA അവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം എന്താണ് അതിനെപ്പറ്റി സൂചിപ്പിച്ചത്, പറഞ്ഞത്? തീർച്ചയായും AK അഷ്റഫ് MLA-യും ആ കാര്യം ചൂണ്ടിക്കാട്ടി. താൻ നിരന്തരം ആവശ്യപ്പെട്ടു, പക്ഷേ അത് എത്തിക്കാനോ അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു മറുപടി പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ട്രെജർ ഉണ്ടെങ്കിൽ ഈ പുഴയുടെ മധ്യത്തിലുള്ള ഈ മണ്ണ് നീക്കം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു പക്ഷേ ലോറിക്കകത്ത് ഈ ക്യാബിനകത്ത് അർജുൻ ഇല്ലെങ്കിൽ ആ മൺകൂനയിലായിരിക്കും ഒരുപക്ഷെ അർജുൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ഈ ഡ്രഡ്ജർ ആവശ്യപ്പെട്ടത്. അത് അത്തരത്തിലുള്ള സംവിധാനം കർണാടകയിലില്ല. കാരണം ഇവിടെ വലിയ ഡ്രഡ്ജർ ആണുള്ളത്. അത് ഈ ഇവിടെ റെയിൽവേ മേൽപ്പാലമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ചെറിയ യന്ത്രമായതുകൊണ്ട് ഇത് പുഴയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മണ്ണ് എടുക്കാൻ കഴിയുന്ന യന്ത്രമായതുകൊണ്ടാണ് അത് വേണമെന്നാവശ്യപ്പെട്ടത്. അത് വിജിൻ MLA ഒക്കെ നേരത്തെ 24 മണിക്കൂറിനകം ആവശ്യപ്പെട്ടാൽ ഇവിടെ എത്തിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അതിലൊരു ഉത്തരം കിട്ടാത്ത ഒരവസ്ഥയാണ്. അതിൽ മറുപടി പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവര് വിമർശനം ഉന്നയിച്ചത്. എന്തായാലും ആ കാര്യം വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറുപടി എന്തായാലും പറയേണ്ടി വരും. കാരണം അർജുൻ വിഷയത്തിൽ നമുക്കറിയാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ അർജുന്റെ വീട് സന്ദർശിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് നിർത്തിയവരാണ്. പക്ഷെ എവിടെയാണ് ഇതിന് തെറ്റുപറ്റിയതെന്ന് ഏതായാലും അറിയേണ്ടി വരും. AK ശശീന്ദ്രൻ അതേപോലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എവിടെയാണ് ഈ ഒരു പാളിച്ച പറ്റിയത് എന്നാലും സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടി വരും. ഏതായാലും ഈ കാർവാർ MLA നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ ഘട്ടത്തിലും ഈ നമ്മൾ മലയാളികൾ വിഷമിക്കുമ്പോൾ അദ്ദേഹം അരികിലെത്തുകയും ഇതിന് ഓരോ പ്രവർത്തനങ്ങൾക്കും നേരത്തെ മുതൽ തന്നെ ചുക്കാൻ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ജില്ലാ കലക്ടറുടെ വിലക്ക്, അതായത് പുഴയിൽ ഇറങ്ങരുത്, ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല എന്ന ഒരു സാഹചര്യം വ്യക്തമാക്കിയ സാഹചര്യം, അത് ലംഘിച്ചുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നാളത്തോടു കൂടി നമുക്ക് ഒരു ഉത്തരം കിട്ടും. ഒരു പക്ഷേ ഇപ്പോൾ ഈശ്വർ മൽപ്പെ ആ ലോറി ലക്ഷ്യമാക്കി ഇപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും ഉത്തരം കിട്ടുമോ, അതേതായാലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇന്ന് 2-3 മണിക്കൂർ തെരച്ചിൽ നടത്തുമെന്നാണ് ഈശ്വർ മൽപ്പെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളൊക്കെ നാളെയാണ് വരുന്നതെങ്കിൽ ഇന്ന് ഈശ്വർ മൽപ്പെ ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ തെരച്ചിലിനായി ഇറങ്ങുന്നത്. പുഴയുടെ നീരൊഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. വിസിബിലിറ്റി വളരെ കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി പുഴയിലുണ്ട്. അത്രത്തോളം കലക്ക് വെള്ളമൊക്കെ മാറി വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. അതും MLA നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ കാലവർഷവും വലിയ തോതിലുള്ള മഴ വരുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള അവസരം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നാളെ തന്നെ പൂർണ്ണ സജ്ജമായ ഒരു തെരച്ചിൽ നടത്തും എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നാലും AK അഷ്റഫും അതേ നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൽ നാവികസേന ഈ തെരച്ചിലിന് ഉണ്ടാകില്ല എന്ന ഒരു സൂചന കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും നാവികസേന ഉണ്ടാകുന്ന സമയത്ത് ഈശ്വർ മൽപ്പെ ആയിരുന്നു തെരച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിന് സഹായിക്കാനാണ് ഇത്തരത്തിൽ നാവികസേന വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നാളെ നാവികസേന ഉണ്ടാകില്ല. മറ്റ് സംഘങ്ങൾ ഏതൊക്കെ സംഘം നേരത്തെ ഉണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈശ്വർ മൽപ്പ തന്നെയായിരിക്കും നാളത്തെ തെരച്ചിലിനും നേതൃത്വം നൽകുക എന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഈശ്വർ മൽപ്പ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹം നേരത്തെ
നമ്മൾ മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നത്. താൻ 2 തവണ ഇവിടെ എത്തിയതാണ് രക്ഷാപ്രവർത്തനത്തിനായി. പക്ഷേ അപ്പോൾ കലക്ടറുടെ വിലക്ക് ഉള്ളതുകൊണ്ട് തനിക്ക് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ MLA-യുടെ വാക്ക്, MLA അനുമതി നൽകിയ പ്രകാരമാണ് താൻ ഇവിടെ എത്തിയെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്നാലും തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രസാദം വാങ്ങാൻ പോയി. അവിടെ നിന്നും അത്തരത്തിൽ നേരത്തെ നമുക്ക് കണ്ടതാണ് എക്സ്കവേറ്ററൊക്കെ, ഭൂമി എക്സ്കവേറ്ററൊക്കെ വരുമ്പോൾ പൂജ ഒക്കെ ചെയ്തത് സമാനമായ സാഹചര്യത്തിൽ ഉള്ള ഒരു വൈകാരികമായ രംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് അർജുനെ തേടി ഇറങ്ങുന്നത്. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഒരു പക്ഷേ ഈ മണിക്കൂറുകളിലോ അതല്ലെങ്കിൽ നാളത്തെ പൂർണ്ണ തോതിലുള്ള സജ്ജമായ തെരച്ചിലായിരിക്കുമോ കണ്ടെത്തുക എന്നത് നമുക്ക് ഏതായാലും കാത്തിരിക്കാം. 3-4 മൺകൂനകൾ, അതിനപ്പുറം ആ ലോറി വളരെ അരികിലാണെന്ന് നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാം. ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഇന്ന് തന്നെ ലോറി കണ്ടെത്തുകയാണെങ്കിൽ നാളെ അത് സ്റ്റീൽ ഹുക്കിട്ട് ആ ലോറി പുറത്തേക്ക് എടുക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോഴും നമുക്ക് ആ അർജുൻ അതിനകത്തുണ്ടോ എന്ന ഒരു വലിയ ചോദ്യമാണ്. അതിനായുള്ള കാത്തിരിപ്പാണ് ഇവിടെ ഉള്ളത്. എൽദോ, പക്ഷെ ബൈജു, അത്ര അനായാസമാണോ അത്? കാരണം അവിടെ ഒരു മൺകൂവന തന്നെയുണ്ട്. ആ മൺകൂവനയ്ക്ക് അടിയിലാണ് ലോറിയെങ്കിൽ ഈ ഒരു ഡ്രഡ്ജർ സംവിധാനമോ അല്ലെങ്കിൽ നേരത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു കംപ്രസർ ഉപയോഗിച്ച് അവിടെ നിന്നുള്ള ചെളി നീക്കം ചെയ്യുന്ന പ്രോസസ്സോ ഒക്കെ നടന്നില്ല എങ്കിൽ കൈകൊണ്ട് ലോറിയിലേക്ക് എത്തുക എന്നുള്ളത് മൽപ്പയ്ക്കും ദുഷ്കരമല്ലേ? തീർച്ചയായും ഈ കാര്യം നമ്മൾ MLA-യോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് അത് ഏത് രീതിയിലാണ് ഈ ലോറിയുടെ ഒക്കെ കിടപ്പ് വശപ്പുള്ളത് അതൊക്കെ നോക്കിയിട്ട് നാളെ അത്തരത്തിലുള്ള കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ഈ നേരത്തെ നടത്തിയ ഇവിടുത്തെ തെരച്ചിലൊക്കെ അദ്ദേഹം ഇടപെട്ടാണ് വലിയ ബൂം എക്സ്കവേറ്ററും ഒക്കെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അദ്ദേഹം വ്യക്തമാക്കിയത് അത് 2-3 ദിവസത്തിനകം തന്നെ നമുക്ക് ഇതിനൊരു ഉത്തരം നൽകാനാകുമെന്ന ഒരു ഉറച്ച വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത്തരത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ആ രീതിയിൽ വലിയ സംവിധാനങ്ങൾ നാളെ ഇവിടെ എത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ അദ്ദേഹം അതിനുള്ള നിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണാമായിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹം നേരിട്ട് മൽപ്പ നടത്തുന്ന ഈ തെരച്ചിൽ നേരിട്ട് ഇവിടെ അദ്ദേഹം വീക്ഷിക്കുകയാണ്. അദ്ദേഹം ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഏതായാലും നമുക്ക് വലിയ പ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുലർത്താം. പക്ഷെ അപ്പോഴും 29 ദിവസമായിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ആ അർജുൻ ലോറിക്കകത്തുണ്ടെങ്കിൽ തന്നെ എന്നത് നമുക്ക് പറയാൻ സാധിക്കാത്ത അത്ര തരത്തിലായിരിക്കും. ഏതായാലും ഇനിയിപ്പോൾ ലോറിക്കകത്ത് ഇല്ലെങ്കിൽ അത് വലിയ ആശങ്കയിലേക്ക് നീങ്ങുകയും തൊട്ടടുത്ത് വലിയ മൺകൂന എൽദു സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. ലോറി കണ്ടെത്തുകയാണെങ്കിൽ മാത്രമാണ് വളരെ എളുപ്പത്തിൽ അത് പുറത്തേക്ക് എടുക്കാൻ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ അപ്പോഴും ഈ മൺകൂനയ്ക്കിടയിലാണോ അങ്ങനെ ഏതെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് ഈ ലോറി കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താനാകൂ. ഏതായാലും നാളെ അതിനുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഇന്ന് ഏത് രീതിയിലൊക്കെയാണ് ഇതിന്റെ താഴ്ഭാഗത്ത് നേരത്തെ നമുക്കറിയാം വലിയ കൂറ്റൻ മരങ്ങൾ, ഒപ്പം ആ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ടവരുടെ ചായക്കരയുടെ ഇരുമ്പ് ഷീറ്റുകൾ, തകിടുകൾ, ഒപ്പം ആ ടവർ, വലിയ ടവറിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ അന്ന് ഒഴുക്കിൽപ്പെട്ട് അദ്ദേഹത്തിനും നേവി രക്ഷപ്പെടുത്തുന്നവരേക്ക് വരെ കാര്യങ്ങളിൽ എത്തിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഇതിന്റെ അടിത്തട്ടിൽ ഏതൊക്കെ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഇന്ന് ഒരുപക്ഷെ ഈ മൽപ്പ ഇറങ്ങുന്നത്. ഇന്ന് മൽപ്പ മാത്രമാണ് ഇറങ്ങുന്നത്. ഒഴുക്ക് തീരെ ഇല്ല എന്ന് പറയാം. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയുണ്ട്. നാളെ കൂടുതൽ സംഘാംഗങ്ങൾ കൂടി എത്തുന്നതോടുകൂടി തിരച്ചിൽ ഊർജിതമാകുമെന്ന് വേണം നമുക്ക് തുടരുക. ഇപ്പോൾ ശ്രീ AK മഷ്റഫ് MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ AK മഷ്റഫ്, ഈ കൃഷ്ണസെയിൽ MLA, കാർവാർ MLA അത്തരത്തിലൊരു പരാമർശം നടത്താനുള്ള സാഹചര്യം എന്താണ്? കേരളത്തിലുള്ള MP-മാരും MLA-മാരും സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതര ആരോപണമല്ലേ? സതീഷ് കൃഷ്ണസെയിൽ MLA അങ്ങനെ ഒരു പരാമർശം നടത്തിയെന്നല്ല. സതീഷ് കൃഷ്ണ MLA ഞാനും ഒന്നിച്ച് ഈശ്വർ മൽപ്പ ഇപ്പോ അദ്ദേഹം മുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് അദ്ദേഹത്തെ പറഞ്ഞ നേരത്തെ നമ്മളോട് പിന്നെ DC അടക്കമുള്ള ആളുകള് ഇന്ന് നേവി മറ്റുള്ള പരിശോധനയൊക്കെ നടത്തും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞിരുന്നു. അർജുന്റെ ഫാമിലിയോടും അവര് DC ഡയറക്ടറാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ അങ്ങനെ ഒരു തരത്തിൽ കാണാത്തൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളും ഇവിടുത്തെ DC-യുമായും ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി പിന്നെ ട്രിലോക് ചന്ദ്രനുമായി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏതായാലും ഇപ്പോ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി
നേവിയും SDRFും NDRF അടക്കമുള്ള ടീം, ഈശ്വർ മൽപ്പ അടക്കമുള്ള ആളുകൾ ഒരു ജോയിന്റ് ആയിട്ടുള്ള നാളെ 8 o'clock ശേഷം തെരച്ചിൽ തുടരും എന്നാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോ ഈശ്വർ മൽപ്പയുടെ ടീം ഡൈവ് ചെയ്ത് നമ്മൾ നേരത്തെ അവര് 8 knots വെള്ളമുള്ളത് കൊണ്ട് മുങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവര് മുങ്ങി ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. കേരള സർക്കാർ തങ്ങളോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന് MLA കുറ്റപ്പെടുത്താനുള്ള സാഹചര്യമാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അങ്ങനെ നമ്മളെ സർക്കാർ അങ്ങനെ സഹകരിക്കാത്തൊരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം താങ്കളുടെ ഒപ്പം നിന്നല്ലേ അദ്ദേഹം പ്രതികരിച്ചത്? അല്ല, ഞാൻ ആ സമയത്തില്ല, ഞാൻ സ്പോട്ടിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു തൃശ്ശൂരിലെ യന്ത്രം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തടപാടിന്റെ വിഷയമാണ് പെൻഡിങ് ഉള്ളത്. അതിപ്പോ കളക്ടറോട് സംസാരിച്ചപ്പോ നമ്മുടെ തൃശ്ശൂർ DC-യുമായി സംസാരിച്ചു. അപ്പൊ ഇവിടുത്തെ കളക്ടർ കത്ത് നൽകിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. നേരത്തെ അതിന്റെ ടെക്നിക്കൽ ഓഫീസർ പരിശോധന കഴിഞ്ഞ് മടങ്ങിയതിനു ശേഷം അവർ അന്ന് പറഞ്ഞിരുന്നു 4 knots താഴെ വെള്ളം വന്നാൽ മാത്രമേ ഈ തൃശ്ശൂരിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ യന്ത്രം ഉപയോഗിക്കാൻ കഴിയുമെന്ന്. അതെത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നതിന് DC തൃശ്ശൂർ കളക്ടർക്ക് രേഖാമൂലം അതിന് അപേക്ഷ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞത് വാടകയടക്കം മുൻകൂട്ടി നൽകാമെന്ന് പറഞ്ഞിട്ടും ശ്രമിക്കുന്നു എന്ന മറുപടി മാത്രമാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് എന്നാണ് കൃഷ്ണസേൽ പറഞ്ഞത്. അപ്പോൾ അത് ആണ് പ്രശ്നം. നമ്മുടെ ഒരു സഹോദരനാണ്, നമ്മുടെ മകനാണ്. കർണാടകയേക്കാൾ ഉത്തരവാദിത്തം കേരളമല്ലേ കാണിക്കേണ്ടത്? താങ്കൾ പൂർണ്ണ പ്രയത്നം നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. താങ്കളെയല്ല കുറ്റപ്പെടുത്തിയത്. തീർച്ചയായും ഞാൻ സാഹചര്യം നിങ്ങൾക്കറിയാം. എല്ലാവരും ഒരു ടീമായിട്ടുണ്ട്. ഞാനും ഇപ്പൊ കേരളത്തിലെ ഈ മെസ്സേജ് AK ശശീന്ദ്രൻ മിനിസ്റ്ററോടും റിയാസ് മിനിസ്റ്ററോടും ഞാനിപ്പോ വിജിൻ MLAയോടൊക്കെ മുഖാന്തരം വിജിൻ തിരുവനന്തപുരത്തുണ്ട്, അവരോട് സംസാരിച്ചതാണ്. നമുക്ക് ഏതായാലും നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തണം. എത്ര ദിവസമായി മലയാളികൾ പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കുന്നത്. ഇന്നിപ്പോ എല്ലാ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്, വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു, വെള്ളത്തിൽ കലക്കില്ല, എല്ലാം കൂടെ അനുകൂലമായി വന്നപ്പോ മണിക്കൂറുകൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്കിത് ഈ ട്രക്കും അർജുനെയും കണ്ടെത്താൻ കഴിയും എന്നുള്ള 100% വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും അങ്ങനെ തുടക്കം മുതൽ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ നമ്മൾ ഈ ഒരു ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ അത് ചർച്ച ചെയ്യപ്പെടാതെ നമ്മുടെ മോട്ടോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതാണ് ഏറ്റവും നന്ന. അല്ല, ഉറപ്പായിട്ട് മാത്രമല്ല, അതിൻ്റെ കാരണം ഞാൻ അങ്ങനെ ചോദിച്ചത്, ഈ അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ടാണ് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സ്വാഭാവികമായും നമ്മൾ മലയാളികൾക്ക് അറിയണമല്ലോ എന്തുകൊണ്ട് നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെരച്ചിൽ, അതിനുള്ള ഉദ്യമം, അതിൻ്റെ ഒരു തുടക്കം നമ്മൾ ഇട്ടില്ല എന്നുള്ളത്. അങ്ങനെ വെറുതെ കേവലം ആരോപണം ഉന്നയിച്ചു പോകേണ്ട സാധാരണക്കാരനല്ലല്ലോ അദ്ദേഹം അവിടുത്തെ MLA ആണല്ലോ. അതെ, പക്ഷെ നമ്മളത് ഏതായാലും ആ യന്ത്രത്തിന്റെ ഒരു കത്തടപാടിന്റെ പ്രശ്നം ഇന്ന് പരിഹരിക്കും. മിനിസ്റ്റർ AK ശശീന്ദ്രനെയും റിയാസ് മിനിസ്റ്ററും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിഹരിച്ച് ഇന്ന് മുതൽ തെരച്ചിൽ നടത്തിയിട്ട് നമ്മൾ കാലാവസ്ഥ അനുകൂലമുള്ളത് കൊണ്ട്, വെള്ളത്തിന് ഒഴുക്ക് കുറവുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അർജുന്റെ നേരത്തെ ഇന്ദ്രപാലിനെ ഐഡന്റിഫൈ ചെയ്ത ആ ലൊക്കേഷനിലേക്ക് എത്താനുള്ള ഒരു ശ്രമം അതിന്റെ ഏതായാലും തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ശരി, ഞാൻ അതിലേക്ക് അത് വിടുന്നു. ഇനി ഡ്രഡ്ജർ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമമുണ്ടോ? നമ്മൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം റിക്വസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ആ ചെലവ് മറ്റൊരു സ്റ്റേറ്റ് ആണ് അങ്ങനെ ഒരു തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്നൊരു ചെലവ് ഏറ്റെടുക്കേണ്ടത്. അത് ഇവർ ഏറ്റെടുക്കാൻ MLA സമ്മതിച്ചിട്ടുണ്ട്. ലെറ്റർ കൊടുത്താൽ അവർ ആ യന്ത്രം കൂടി എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതാണ്. അപ്പൊ ഇവിടുന്ന് ആ കത്തടപാട് നടത്തുമെന്നാണ് DC അറിയിച്ചിട്ടുള്ളത്. ഈ ഡ്രഡ്ജർ അല്ലാതെ മറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ കംപ്രസർ ഉപയോഗിച്ച് അവിടെ നിന്നുള്ള ചെളി നീക്കുക എന്നുള്ള ഒരു ആശയമൊക്കെ ചില മുങ്ങൽ വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്നു. അത്തരം ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഈ മൺകൂനിയാണല്ലോ, അവിടെ ഈ മൽപ്പ ഇറങ്ങിയാലും അദ്ദേഹത്തിന് കൈകൊണ്ട് മാറ്റി ആ ലോറിയിലേക്കൊക്കെ എത്താൻ കഴിയുക എന്ന് പറയുന്നത് ഏറെക്കുറെ അപ്രായോഗികമല്ലേ? അല്ല, ഇന്നത്തെ ഇപ്പൊ ഞാനിപ്പോ ഈ 10 ദിവസക്കാല രക്ഷാപ്രവർത്തനങ്ങളുടെ സമയത്ത് സജീവമായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു MLA ആണ്. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഒരു കാര്യം, അന്നൊക്കെ ഈ ഗംഗാവലി പുഴയുടെ നിറം തന്നെ നല്ല കലങ്ങി മറിഞ്ഞൊരു നിറമായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നുണ്ട്. പിന്നെ അന്ന് 2 മൺകൂനെയാണ് ചെറിയ രീതിയിൽ കണ്ടതെങ്കിൽ ഇപ്പൊ എന്റെ മുമ്പിൽ 1, 2, 3, 4, 6 കാണുന്നുണ്ട്. പല രീതിയിലും വെള്ളത്തിന്റെ ഒഴുക്ക് പോലും നേരെ ഓപ്പോസിറ്റിലേക്കാണ് ഇപ്പൊ ചെറിയ കാറ്റുകൊണ്ടുള്ള ഒഴുക്കാണ് കാണുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ സംവിധാനം ഉപയോഗിച്ചിട്ട് ഏറ്റവും ഈസിയായി നമുക്ക് ട്രക്കിനെ പൊക്കാൻ കഴിയും എന്നാണ്
ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെക്നോളജി എന്തൊക്കെ. ഇപ്പൊ നേവിയോട് സംസാരിച്ചിരുന്നു, നാളെ നേവിയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നേവിയുടെ കയ്യിൽ നേവി അന്നൊക്കെ പറഞ്ഞ പിന്മാറാനുള്ള ഒരു കാരണം പറഞ്ഞ് ഞങ്ങൾക്ക് 6 നോട്ട്സ് 6 നോട്ട്സ് ഇല്ലെങ്കിൽ പിന്നെ 8 നോട്ട്സ് വെള്ളം ഉള്ളപ്പോൾ ഒരാൾക്കും ഞങ്ങൾക്ക് മുങ്ങാൻ കഴിയില്ല എന്ന്. ഇന്നിപ്പോ ഇവര് വിദഗ്ധർ പറയുന്നത് 3 നോട്ട്സിന് താഴെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക്. അപ്പൊ എന്തായാലും നേവിക്ക് പോലും നന്നായി ഡൈവ് ചെയ്ത് ആ ട്രക്കിനടുത്തേക്ക് എത്താക്കാൻ കഴിയുമല്ലോ. അതെ, ഓക്കെ. അപ്പോ വലിയ മെഷീനറിയുടെ സാന്നിധ്യം വേണമെന്നില്ല എന്നാണോ? ഇല്ല എന്നല്ല, ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്താൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തെരച്ചിൽ നിർത്തിയ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായി. രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് തെരച്ചിൽ ഏതായാലും ഇവിടെ തുറക്കം കുറിച്ചിട്ടുണ്ട്. അത് ഓരോ സാങ്കേതിക സപ്പോർട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയാൽ തീർച്ചയായും നമ്മൾ ഇത്ര ദിവസം കാത്തിരുന്ന നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഒരു സംശയം കൂടി. ഈ രാവിലെ ജില്ലാ ഭരണകൂടം ഈ നാവികസേന അംഗങ്ങൾ അവിടെ എത്തി അവർക്ക് അനുമതി നിഷേധിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? അതിന്റെ ലോജിക്ക് എന്തായിരുന്നു സർ? അങ്ങനെ ചില ജില്ലാ ഭരണകൂടത്തിന്റെ എനിക്കും അവര് പറഞ്ഞത് രാവിലെ തന്നെ പിന്നെ ഞങ്ങള് നേവിയുടെ ടീം എത്തും, തെരച്ചിൽ ആരംഭിക്കുമെന്ന് അർജുന്റെ ഫാമിലിക്കും അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഇവിടെ അർജുന്റെ ഫാമിലി, ജിതിനടക്കമുള്ള അർജുന്റെ അനിയൻ അഭിജിത്ത് അടക്കമുള്ള ആളുകളുണ്ട്. ഞാനിപ്പോ ഇവിടുത്തെ ജില്ലാ കളക്ടറോട് ഞങ്ങൾക്കൊന്ന് ആ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുപോയി നേരിട്ട് കാണാൻ വേണ്ടി നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ MLA കൂടെ പോയി നമ്മുടെ നിലവിലുള്ള ഇപ്പോൾ ഈ വരുന്നൊരു കമ്മ്യൂണിക്കേഷൻ ക്യാപ്പ് അല്ലെങ്കിൽ പറയുന്നതൊന്ന് ഇവിടെ നടക്കുന്നതൊന്ന് ആ ഒരു ആശങ്ക കൂടി അവരുമായി നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഇവിടെ നേരത്തെ വിസിറ്റ് ചെയ്ത റിയാസ് മിനിസ്റ്ററുടെയും AK ശശീന്ദ്രൻ മിനിസ്റ്ററുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ തെരച്ചിൽ നിർത്താതെ അർജുനെ കണ്ടെത്തുന്നത് വരെയുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. റൈറ്റ്, താങ്ക് യു സോ മച്ച് സർ. AK അഷ്റഫ് MLA ആണ് പ്രതികരിച്ചത്. വളരെ ഡീറ്റെയിൽഡ് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണെങ്കിലും ഈശ്വർ മൽപ്പെ പുഴയിലേക്ക് നീങ്ങുന്നു. അവിടെ അർജുനായുള്ള തെരച്ചിൽ അത് ആരംഭിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ, നമ്മൾ ദിവസങ്ങൾ കാത്തുനിന്ന ഒരു തെരച്ചിലായിരുന്നു, രക്ഷാദൗത്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് അർജുനയുള്ള തെരച്ചിലായിട്ട് അത് മാറി. 29 ദിവസമായി ദുരന്തമുണ്ടായിട്ട് 29ാം നാളിൽ വീണ്ടും ഒരു പുനരാരംഭമാണ് തെരച്ചിലിൽ. നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു, വളരെ വേഗം മടങ്ങിയെത്താം.